ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഫിദുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ റൈസിന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിതാ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 8-10 ഏലക്കായ, ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് സമയത്ത് വറുത്തെടുക്കണ്ടേ, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതാ കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി അതുപോലെ തന്നെ കുരുമുളകൊന്നും ഇല്ലെങ്കിൽ ഇതിലേക്ക് ഈ സമയം കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഒന്ന് ചെറുതായി വറുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. നല്ല ചൂടോടെ ഇട്ട് കൊടുക്കരുത്, അതുപോലെ തന്നെ നന്നായിട്ട് ചൂടാറും ചെയ്യരുത്. ചെറിയൊരു ചൂടോടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഞാനിവിടെ എടുത്തിരുന്നത് 12 പീസ് ചിക്കനായിരുന്നു. അതായത് ഒരു ചിക്കൻ കൊണ്ട് 8 പീസാക്കിയിട്ട് പിന്നെ ഒരു പകുതി ചിക്കനും കൂടി വാങ്ങിയിട്ട് അത് 4 പീസും കൂടെ ആക്കി, അങ്ങനെ 12 പീസായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഇതാ അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. ഇതിൽ ഇതാ ഇതുപോലെ ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ വരിഞ്ഞെടുക്കുന്നില്ല, ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മസാലപ്പൊടിയിൽ മാഗി ക്യൂബ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാഗി ക്യൂബ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൽ ചിക്കൻ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ മാഗി ക്യൂബ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതാ നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിൽ ഇനി ഉപ്പിടുമ്പോഴേ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണേ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ ചിക്കനിലൊക്കെ ഈ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ സാവധാനം ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക. അപ്പോൾ അതാ ഞാൻ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. കാരണം ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും ചിക്കനിന്. എന്നാലും നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കനിലുള്ള വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് ഉപ്പുണ്ടാവും, ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ലേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഞാനിതൊരു പരിപാടിക്ക് ഉണ്ടാക്കിയതായതുകൊണ്ട് പല പണികളുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഇളക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. A few moments later. അപ്പോൾ ചിക്കൻ നന്നായിട്ട് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് റൈസ് വേവിക്കാനായിട്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് ഏലക്കായ, 2-3 ഏലക്കായ മതി, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ പട്ടയും ഗ്രാമ്പൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് സവാള വേണം ഇട്ട് കൊടുക്കാൻ. ഏകദേശം 4 ചെറിയ സവാളയായിരുന്നു ഇത്, അതൊന്ന് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് വലിയ 2 ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ സമയം ചോപ്പ് ക്യാപ്സിക്കോ മഞ്ഞ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ആ ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസിനൊന്നും കൂടി ഭംഗിയുണ്ടാവും. റൈസിലൊക്കെ അങ്ങനെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സവാളയും അതുപോലെ തന്നെ തക്കാളി ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് വേവുമ്പോൾ നല്ലൊരു റെഡിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ സവാളൊക്കെ എടുത്ത് കാണിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം നടന്നിറക്കണം. ഞാൻ ഏകദേശം 6 കപ്പ് റൈസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്.
250 ml കപ്പിൽ 6 കപ്പ് റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തത് ഇന്ത്യ ഗേറ്റിൻ്റെ വെളുത്ത ബസുമതി റൈസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ റൈസ് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മൾ ആദ്യം വേവിച്ച ചിക്കൻ്റെ വെള്ളം ആദ്യം അളന്നെടുക്കുന്നുണ്ട്. അത് ഏകദേശം എനിക്ക് 2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അത് അളന്നെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി അളന്നെടുക്കുന്നുണ്ട്. ഇതാ 6 കപ്പ് റൈസിലേക്ക് 9 കപ്പ് വെള്ളം, അതാണ് കേട്ടോ ഈ റൈസിൻ്റെ ഒരു കണക്ക്. ഇനി ഇതാ ഞാൻ ഈ വെള്ളം ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഡവറയിൽ എനിക്ക് 5 കപ്പ് വെള്ളമേ കൊണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും അളന്നെടുത്ത് ഒഴിച്ചതാണ്. അപ്പോൾ ഇതാ ഏകദേശം കണക്ക് ഇതാണ്. 6 കപ്പ് അരിയിലേക്ക് 9 കപ്പ് വെള്ളം, അത് കറക്റ്റാണ്. ഇനി നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഇനി മസാല ഒന്നും പുരട്ടണില്ല കേട്ടോ, ആ നേരത്തെ വേവിച്ച മസാല തന്നെയാണ്. എരിവിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേളിൽ വിതറി കൊടുക്കട്ടോ. ഇവിടെ ആർക്കും എരിവ് അത്ര വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ നേരത്തെ അടുപ്പിൽ വെച്ച വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ സമയം കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറായപ്പോൾ റൈസ് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഞാനിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇനി ഞാനിതാ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, നേരത്തെ മസാല വേവിച്ചപ്പോൾ അതിൽ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇനി ഇതിലധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. നേരത്തെ ചിക്കൻ വേവിച്ച അതേ മസാല മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ റൈസൊക്കെ അടുപ്പത്തിട്ട് വന്നപ്പോഴേക്ക് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട. ഇതുപോലെ നന്നായിട്ട് കളർ ചേഞ്ച് ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം വെള്ളമൊക്കെ വറ്റി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പാകം നോക്കും വേണേ. എനിക്ക് കറക്റ്റ് ആ 9 കപ്പ് വെള്ളം കറക്റ്റ് വേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് റൈസ് തിളച്ച് വന്നാൽ പിന്നെ തീ ഒന്ന് മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനേ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റും, റൈസ് വേവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. നന്നായിട്ട് റൈസും വെള്ളം കൂടെ തിളച്ച് വന്നാൽ പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക് റൈസും നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ റൈസൊക്കെ അവിടെ വെന്തിട്ടുണ്ട്. ഞാനിതാ ഫ്രൈ ചെയ്ത ചിക്കനും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.